അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡ് സ്മാർട്ട് സ്കോളർഷിപ്പ് മെയിൻ എക്സാമിനേഷൻ നവംബർ 29 ശനിയാഴ്ച നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. OMR ഷീറ്റിലാണ് പരീക്ഷ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു പരീക്ഷയാണിത്. 7 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യമായി, ഈ ഷീറ്റ് മടക്കുകയോ കീറുകയോ ചുരുട്ടുകയോ ചെയ്യരുത്. 2, വൃത്തങ്ങൾ നീല കറുപ്പ് ബോൾ പോയിന്റ് പേന കൊണ്ട് മാത്രം കറുപ്പിക്കുക. 3, പെൻസിൽ ഉപയോഗിക്കരുത്. 4, വൃത്തം പൂർണ്ണമായും കറുപ്പിക്കണം. 5, വെട്ടുകയോ മായ്ക്കുകയോ ചെയ്യരുത്. 6, ഷീറ്റിൽ അടയാളങ്ങളോ വരികളോ പാടില്ല. 7, വൈറ്റ്നർ, മാർക്കർ എന്നിവ ഉപയോഗിക്കരുത്. ഈ 7 കാര്യങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതാണ്. കാരണം കമ്പ്യൂട്ടറാണ് അത് വാല്യുവേഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വാല്യുവേഷൻ ചെയ്യൂല. ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് നെയിം എന്നുള്ളത് നിങ്ങളെ പേര് എഴുതാം. ഉദാഹരണമായി മുഹമ്മദ്. രണ്ടാമതായി STD, അവിടെ സ്റ്റാൻഡേർഡ് എഴുതേണ്ടത്, ക്ലാസ് ആണ് എഴുതേണ്ടത്. 3 ഉദാഹരണം എഴുതിയിട്ടുള്ളത്. 4, എക്സാം ഡേറ്റ് എഴുതാം, 29/11/2025. ശേഷം രജിസ്റ്റർ നമ്പർ എഴുതണം. നിങ്ങൾക്ക് കിട്ടിയ ഓരോ വിദ്യാർത്ഥി രജിസ്റ്റർ നമ്പർ ഉണ്ടാവും. ആ രജിസ്റ്റർ നമ്പറാണ് ഇവിടെ കോളത്തിൽ എഴുതേണ്ടത്. ഉദാഹരണമായി 32/64/75. ഇവിടെ രജിസ്റ്റർ നമ്പർ കൃത്യമായിട്ട് എഴുതാം. രജിസ്റ്റർ നമ്പറും പബ്ലിഷ് ചെയ്യേണ്ടതാണ്. ഇവിടെ 3 3ന്റെ നേരെ താഴെ 1 2 3 4 5 6 7 8 9 0 എന്നിങ്ങനെയാണ് താഴത്തെ നിരയാണ് കറുപ്പിക്കേണ്ടത്. ഇവിടെ 3 ഫസ്റ്റ്. 3 ആയതുകൊണ്ട് 3 കറുപ്പിക്കുക, പുറത്തേക്ക് പോകാതെ കറുപ്പിക്കുക. 2 അടുത്തത്, അവിടെ രണ്ടാമത്തിൽ കറുപ്പിക്കുക. 6 6ൽ കറുപ്പിക്കുക. അതുപോലെ 4ൽ കറുപ്പിക്കുക, 7ൽ കറുപ്പിക്കുക, 5ൽ കറുപ്പിക്കുക. മറ്റൊന്ന്, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡാണ് അടുത്തിൽ എഴുതേണ്ടത്. നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ ക്ലാസ്സിനും ഒരു കോഡാണ്. ആ കോഡാണ് ഇവിടെ എഴുതേണ്ടത്. ഉദാഹരണമായി 0301 ഇവിടെ എഴുതാ. രജിസ്റ്റർ നമ്പർ 0301, ഇവിടെ 0 ആണ് അവസാനമുള്ളത്. 1 2 3 4 5 6 7 8 9 0. 0 ആണ്, 0 ആണ് അവസാനം. അവസാനത്തിലാണ് കറുപ്പിക്കേണ്ടത്. പിന്നെ 3 മൂന്നാമത്തെ നമ്പറിൽ കറുപ്പിക്കുക. 0 നേരത്തെ പറഞ്ഞ അവസാനത്തിൽ ആണ് 0 ഉള്ളത്, അവിടെ കറുപ്പിക്കുക. പിന്നെ 1 ഫസ്റ്റ് തന്നെ 1ൽ കറുപ്പിക്കുക. എവിടെയാണോ നിങ്ങൾ രജിസ്റ്റർ നമ്പർ ഉള്ളത്, അതല്ലെങ്കിൽ രജിസ്റ്റർ കോഡ് ഉള്ളത്, ആ വൃത്തത്തിൽ മാത്രമേ കറുപ്പിക്കാവൂ. അതല്ലെങ്കിൽ വാല്യുവേഷൻ തന്നെ ബുദ്ധിമുട്ടാവും. ഇനിയാണ് കൃത്യമായി ശ്രദ്ധിക്കേണ്ടത്, 50 ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. ഓരോ ക്വസ്റ്റ്യനിനും 4 ഓപ്ഷൻസ് ഉണ്ടാവും. A, B, C, D. 1ന്റെ ആൻസർ B ആണെങ്കിൽ ആ B കോളം ചെയ്യുക, ബബിൾ ചെയ്യുക, പുറത്തേക്ക് പോകാതെ കൃത്യമായിട്ട് തന്നെ കറുപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആദ്യമായി ഒന്ന് കറുപ്പിച്ചു. പിന്നെയാണ് തോന്നിയത് ഉത്തരം അതല്ല എന്ന് തോന്നിയാൽ നിവർത്തിയില്ല, ഉത്തരം തെറ്റി എന്നുള്ളതാണ്. അതുകൊണ്ട് ഓരോ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിച്ചിട്ട് തന്നെ ബബിൾസ് ചെയ്യാം. വെട്ടിത്തിരുത്തലുകളോ മറ്റോ പാടില്ല, കൃത്യമായി ചെയ്യാം. ഓരോ ചോദ്യങ്ങളും ശരിക്കും മനസ്സിലാക്കിയിട്ട് തന്നെ ഉത്തരം ചെയ്ത് അല്ലാഹു തആല തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.